ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മാംഗോ പൾപ്പാണ് ഉണ്ടാക്കുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിൽ ബെല്ലൈക്കല്ലേ അതിൽ ഓൾ വരുന്നൊക്കെ ഇന്നലെ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇത് അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്, നല്ല ഫ്രഷ് മാങ്ങയാണ്. അവിടെ കുറേ മാവുണ്ട്. ഇനി പോയാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അമ്മ മാങ്ങേൻ്റെ തോല് കളയുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം മാങ്ങേൻ്റെ തോല് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സി നല്ലോണം കഴുകുന്നുണ്ട്. ഈ മുറിച്ചിട്ട മാങ്ങ തേച്ച് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. നമ്മൾ പല ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നല്ലോണം പഞ്ചസാര ചേർക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നതല്ല. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ, ജാം ഉണ്ടാക്കുമ്പോൾ, അത് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ മധുരം ഇടൂല. അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ നല്ല മധുരം ഇടണം. പിന്നെ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേ സമയം കുറുക്കണം. അതുകൊണ്ട് നമുക്ക് നല്ലത് സ്റ്റീലിൻ്റെ പാത്രമാണ്. നോൺ സ്റ്റിക്ക് എടുക്കുന്ന നമ്മളെ ഹെൽത്തിന് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ ചട്ടിയോ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. വേറൊരു ബാച്ചാണ്, അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബ്ലാക്കിയാണ്, ബ്ലാക്കി ചാച്ചുയാണ് ചെയ്യുന്നത് ഗായ്സ്. അങ്ങനെ നമ്മൾ നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് ഗായ്സ്. നമ്മൾ അരച്ചെടുത്ത് തേച്ച് ആ പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. ഇനി കൈയെടുക്കാണ്ട് ഇളക്കണം ഗായ്സ്. നമ്മളെ കിണ്ണത്തപ്പത്തിനെയും അലുവേനെ പോലെയും പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അതാണ് ശരിക്കുള്ളൊരു പാകം. ഇനി കൈ വെക്കാണ്ട് ഇളക്കണം ഗായ്സ്. നല്ലോണം ഇളക്കണം ഇത്, അല്ലെങ്കിൽ ഇത് അടുക്ക് പിടിക്കും. ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട് ഗൈസ്. നല്ലോണം കുറുക്കണം. ഏറ്റവും
കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൈവെക്കാണ്ട് ഇളക്കണം ഗൈസ്. നമ്മൾ ഇളക്കാൻ മറന്നുപോയാൽ പിന്നെ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. ഇനി മെയിന് വേണ്ട ക്ഷമയാണ് ഗൈസ്. ക്ഷമയില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ആക്കാൻ കീറ്. ഇപ്പൊ മാങ്ങാക്കാലല്ലേ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടാനുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്ക്. അടിപൊളി റെസിപ്പിയാണ് ഗൈസ് ഇത്. അങ്ങനെ നമ്മളെ മാങ്ങാ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ തീ ഓഫ് ആക്കാനാണ് പോകുന്നത്. പിന്നെ ഇത് തണിഞ്ഞതിന് ശേഷം നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. നല്ലോണം തണിയണം, എന്നിട്ടാണ് നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റുന്നത്. നിങ്ങൾക്കിത് ഫ്രീസറിൽ തന്നെ വെക്കണേ, അല്ലെങ്കിൽ കേടായി പോകും. നമുക്കിത് 1 മാസമല്ലേ ഉപയോഗിക്കാം. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.